വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദി ഒരുക്കി ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ. ലൂക്ക് എക്സ്പീരിയൻഷ്യൽ 2K25 എന്ന പേരിലാണ് പ്രദർശനമേള സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളും കഠിനാധ്വാനവും പ്രദർശിപ്പിക്കുവാനും പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുവാനും വിപുലമായ ഒരു വേദി നൽകി എന്നതാണ് പ്രദർശനത്തിന്റെ പ്രത്യേകത. എക്സിബിഷന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ മാർത്തോമ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിബിൻ കുര്യാക്കോസ്, ജോസ് കുര്യാക്കോസ്, അനീഷ് ജെ, കോർഡിനേറ്റർ വിൻ നാഷണൽ സ്പെൽ, പീറ്റർ ഫ്രാൻസിസ്, നെറ്റ്കോം അക്കാദമി സെയിൽസ് ഹെഡ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. എക്സ്പീരിയൻഷ്യ 2K25 എന്ന നാമധേയത്തിൽ നമ്മുടെ ലൂക്ക് പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയിരിക്കുന്ന ഈ എക്സിബിഷൻ കാണാനും കുട്ടികളോട് സംവദിക്കാനും കഴിഞ്ഞു. വളരെ ബഹുമാനം തോന്നുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ടാലൻറ്റഡ് ആണ് എന്നുള്ളത് അവരുടെ കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, എക്സിബിറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഓരോരോ കാര്യങ്ങളും, അത് ഭാഷയിലാവട്ടെ, ശാസ്ത്രമേഖലയിലാവട്ടെ, കായിക മേഖലയിലാവട്ടെ, കലാമേഖലയിലാവട്ടെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മലയാളത്തിൻ്റേതായിട്ടുള്ള ഈ എക്സിബിഷൻ സ്റ്റാൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നമ്മളുടെ ഭാഷയുടെ ഓരോ തലത്തിലുമുള്ള വികാസ പരിണാമങ്ങളെയും നമ്മുടെ നാടൻ കലകളെയും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ആർട്ടിഫാക്ട്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ കുട്ടികൾ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കരിക്കുലത്തിനകത്തിലും സിലബസിനകത്തും അവരെന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങളെ പബ്ലിക്കിനും അതുപോലെ തന്നെ മറ്റ് എക്സിബിഷൻ കാണാൻ വരുന്ന എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഭാഷയിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ വളരെ സചേതനമാക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ശരിക്കും നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആകെ ഇപ്പോൾ നടന്നു പോരുന്ന മാറ്റത്തിന് നിതാന്തമാകുന്ന രീതിയിലുള്ള ഇടപെടലാണ് സ്കൂൾ നടത്തിയിരിക്കുന്നത്. സ്കൂളിലെ പ്രിൻസിപ്പലിനും സത്താർ സാറിനും അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഞങ്ങൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലാണ്. ഞങ്ങൾ സ്പെൽബിയുടെ ഒരു പ്രോഗ്രാമായിട്ട് വന്നതാണ്. വിൻ നാഷണൽ സ്പെൽബി എന്നാണ് നമ്മുടെ സ്പെൽബിയുടെ പേര്, വിൻ നാഷണൽ സ്പെൽബി. ദർ ആർ ലോട്ട് ഓഫ് സ്പെൽബി കമ്പനീസ് ഇൻ ദ മാർക്കറ്റ്. വി ആർ ദ ലീസ്റ്റ് ചാർജസ് ആൻഡ് we have covered we have started in 2012 and we have covered from 8 schools, 8 states. Last year more than 73,000 students participated in this Spelby competition. I really take this opportunity to thank to the principal and management of this Luke Memorial Public School for giving us an opportunity to introduce about our Spelby program. Okay, students, this basically they are starting from 1st standard to 12th standard. We are concentrating on their language to improve the spelling skills. Okay, so ഇന്നിവിടുത്തെ ഒരു സ്കൂൾ തല ക്യാമ്പയിൻ 2025 നടത്തുകയാണ്. ഇതിനകത്ത് പ്രിൻസിപ്പൽ സാറും പഞ്ചായത്ത് മെമ്പറും എല്ലാവരും വന്ന് സഹകരിച്ചു. ഞങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിൽ എല്ലാവരോടും വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലൊരു എക്സിബിഷൻ നടത്തിയതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ സത്താർ അറിയിച്ചു. ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ ഈ വർഷത്തെ എക്സിബിഷൻ എല്ലാ സബ്ജക്റ്റും അടിസ്ഥാനപ്പെടുത്തിയുള്ള എക്സിബിഷൻ എന്ന് അതിഗംഭീരമായി നടന്നു. വളരെ അഭിമാനപൂർവ്വം ഞാൻ ഓർമ്മിക്കുന്നത് നമ്മുടെ കുട്ടികൾ എന്താണോ ക്ലാസ്സിൽ പഠിച്ചത് അതവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കുട്ടികളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും അനുകൂലമാകുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയം പറയുന്ന അനുഭവവേദ്യമായ വിദ്യാഭ്യാസം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നത് ഏറ്റവും വലിയ നേട്ടമാണ്. നമ്മുടെ ഈ എക്സ്പീരിയൻഷ്യ എന്ന ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ചേർന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും മർത്തോമ വിമൻസ് കോളേജിൻ്റെ പ്രഗത്ഭനായ അധ്യാപകരുമായ വിപിൻ സാറാണ്. റോബോട്ടിക്സ്, പ്രോഗ്രാമിംഗ്, സാങ്കേതിക ഉപകരണങ്ങൾ തുടങ്ങിയ പ്രൊജക്റ്റുകൾ, കഥകൾ, കവിതകൾ, സാഹിത്യം, ഭാഷ എന്നിവയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രൊജക്റ്റുകൾ, പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ അവയർനെസ് പ്രൊജക്റ്റുകൾ, ചിത്രകല, ഹാൻഡ്മെയ്ഡ്, ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ് എന്നിവ അടങ്ങിയ മിനി മെഡിക്കൽ ക്യാമ്പ് എന്നിവ എക്സിബിഷന്റെ മുഖ്യ ആകർഷണങ്ങളായി മാറി. മാലിന്യമുക്ത നവകേരളം നാടിന്റെ നന്മയ്ക്കായി എന്നതായിരുന്നു എക്സിബിഷന്റെ തീം. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.